മഞ്ഞളാംകുടി അലി സ്വാർത്ഥനാണെന്നും ജനഹിതം നോക്കുന്നുമില്ലെന്ന വ്യാപക ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മങ്കടയിലെ CPM വിട്ട പ്രവർത്തകർ തിരികെ മടങ്ങാനൊരുങ്ങുന്നത്. അലിക്കൊപ്പം പാർട്ടി വിട്ട് ലീഗിൽ ചേർന്നവർ കടുത്ത അസംതൃപ്തിയിലാണെന്നറിഞ്ഞതോടെ CPM നേതാക്കൾ തന്നെ മുൻകൈയെടുത്താണ് കൺവെൻഷന് കളമൊരുങ്ങിയത്. ഇതിൽ മന്ത്രിയുടെ മുൻ സ്റ്റാഫ് അംഗം തൊട്ട് നിലവിൽ ലീഗിന്റെ ഭാരവാഹികൾ വരെ ഉൾപ്പെടും. ഞങ്ങൾ CPMക്ക് പോകാൻ നിരുപാധികം തിരിച്ചു പോവുകയാണ്. കാരണം ഞങ്ങൾ ഇയാളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങളെപ്പോലത്തെ എല്ലാ ആളുകളും ഇയാളോട് സഹകരിച്ചു. അതിൽ രണ്ട് വിഭാഗം ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മന്ത്രിസ്ഥാനം അത് വേറെ പാർട്ടി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടേക്ക് പോകും. അതാണ് ഞങ്ങളുടെ പക്ഷം. ഞങ്ങൾ പറയുന്നത് അതാണ്. കാരണം ഒരു സമൂഹത്തോട് മൂപ്പർക്ക് എന്തെങ്കിലും ഒരു വ്യക്തിഗതമായ ധാരണ ഉണ്ടെങ്കിൽ സമൂഹത്തിന് അദ്ദേഹം ഇവിടെ ഈ മങ്കടയിൽ തന്നെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും അങ്ങ് അന്വേഷിക്കാമായിരുന്നു. അതൊന്നുമില്ല. അദ്ദേഹം അന്നും ഇന്നും അദ്ദേഹത്തിന് വേണ്ടത് ആ കൊടിയും ആ കാറും ആ ഒരു പൊളിറ്റിക്കൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ട ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത്. ഇനി അതിൻ്റെ അപ്പുറം എന്തൊക്കെ കിട്ടാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിന് നോക്കും. ഇവിടുത്തെ കൂടെ നിന്ന ജനങ്ങളോ ഇപ്പോഴുള്ള ജനങ്ങളോ എന്താണെന്നുള്ള അദ്ദേഹം പണ്ട് നോക്കിയിട്ടില്ല, അത് ഇന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. കൺവെൻഷനോടനുബന്ധിച്ച് അലിക്കെതിരെയുള്ള പോസ്റ്ററുകൾ വരെ വിവിധ സ്ഥലങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. മങ്കട മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷനിൽ തിരിച്ചുവരവ് തീയതി CPM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ തീരുമാനിക്കും. ശേഷം പിണറായി വിജയനെ തന്നെ പങ്കെടുപ്പിച്ച് മടങ്ങിവരവ് വിപുലമായി ആഘോഷിക്കാനാണ് പാർട്ടി തീരുമാനം. കണ്ണൂരിൽ പാർട്ടിക്കേറ്റ് തിരിച്ചടി, മലപ്പുറത്തെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPIM. മഞ്ഞളാംകുടി അലിക്കൊപ്പം പാർട്ടി വിട്ട 1000-ഓളം പേർ തിരികെ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങാനൊരുങ്ങുമ്പോൾ അതിനെ ലീഗ് എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഫൗസിയ മുസ്തഫ, മലപ്പുറം, ഇന്ത്യ വിഷൻ.